ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജൂൺ 2, 2026. ഈ മാസത്തെ 2-ാമത്തെ ദിവസം, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 9-ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ വർഷം ജനുവരി 1 മുതൽ നമ്മൾ നോക്കുമ്പോൾ 153-ാമത്തെ ദിവസമാണ് ഇന്ന്. 524-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് മോശയുടെയും ഏലിയാവിൻ്റെയും മറുരൂപ മലയിലെ പ്രത്യക്ഷത കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്. മോശയുടെയും ഏലിയാവിൻ്റെയും മറുരൂപ മലയിലെ പ്രത്യക്ഷത കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ്. യേശു ക്രിസ്തുവിനെ 1700 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ മോശയും 1000 വർഷങ്ങൾക്ക് മുമ്പ് എടുക്കപ്പെട്ട ഏലിയാവും മറുരൂപ മലയിൽ യേശുവിനോട് സംഭാഷിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 4 വരെ വിവരിച്ചിരിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിക്ക് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഈ ലോകത്ത് നിന്ന് കടന്നുപോയവർ പരലോകത്ത് ഉണ്ടായിരിക്കും എന്നതിൻ്റെ തെളിവാണ് ഇത്. മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള ഒരു ആത്മാവിൻ്റെ പൂർണ്ണ ബോധാവസ്ഥയെ ഇവിടെ കാണിക്കുന്നു. മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷരായി യേശു യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള ക്രൂശ് മരണത്തെ പറ്റി സംസാരിച്ചു. ചില വിശ്വാസികൾ സംസാരിച്ചു എന്ന് സമ്മതിക്കുന്നുവെങ്കിലും അവർ പ്രവാചകന്മാരാകിയാൽ അങ്ങനെ അവർക്ക് സാധിച്ചെന്ന് വരാം എന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ സാധാരണക്കാരായ മരിച്ചവർക്ക് അപ്രാപ്യമാണെന്ന് തർക്കിക്കുക കൂടി ചെയ്യുകയും ചെയ്യുന്നു. തക്ക സമയങ്ങളിൽ യഹോവയുടെ ചൈതന്യവും ഭുജവും ബലവും നേരിട്ട് പരലോകത്ത് നിന്ന് അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു ഉദാഹരണം ഇങ്ങനെ: എലീശ പ്രവാചകൻ വസിച്ചിരുന്ന പട്ടണമായ ദോൻ ശത്രുവായ ആരാം രാജാവ് അവന്റെ ശക്തിയുള്ള സൈന്യത്തെ വിട്ട് വളഞ്ഞു. ശത്രു സൈന്യത്തെ വിട്ടത് പ്രവാചകനെ തടവിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രവാചകന്റെ ബാല്യക്കാരൻ പ്രഭാതത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ശത്രു സൈന്യം വളഞ്ഞിരിക്കുന്നത് കണ്ട് ഭയന്നു. നാം എന്തു ചെയ്യണമെന്ന് ആശങ്ക പൂണ്ട് ഭൃത്യൻ പറഞ്ഞപ്പോൾ, നമ്മോട് കൂടെയുള്ളവർ അവരുടെ കൂടെയുള്ളവരെക്കാൾ അനേകരെന്ന് പ്രവാചകൻ അരുളി. അതിനുശേഷം ബാല്യക്കാരൻ കാണത്തക്കവണ്ണം അവന്റെ കണ്ണ് തുറക്കണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ബാല്യക്കാരൻ കണ്ടു. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയരായ ദൈവമക്കൾക്ക് അദൃശ്യമായ ലോകത്തു നിന്നും ദൈവ തേജസ് ദൃശ്യമായി നൽകും എന്നതാണ്. കടന്നുപോയ കർത്താവിന്റെ വൃതന്മാരായ അബ്രഹാമും യാക്കോബും ഇസ്രായേൽ ജനത്തിന് വിടുതൽ നൽകുവാൻ അവതരിക്കുന്ന മശിഹായുടെ ജനനത്തിൽ സന്തോഷിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിന്റെ പ്രവചനവും യേശുവിന്റെ വചനവുമാണ് അതിനായി നമുക്ക് തെളിവായി ലഭിക്കുന്നത്. 1. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് 114-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 8:56 പറയുന്നുണ്ട്. തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിനെ ദൃശ്യത്തിൽ കണ്ടു സന്തോഷിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ദൃശ്യരൂപത്തിൽ കണ്ടവർ ഭാഗ്യവാന്മാർ ആണ്, കാണാതെ വിശ്വസിച്ചവർ അതിലും ഭാഗ്യമുള്ളവർ തന്നെ. ഇത് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആവർത്തന പുസ്തകം 33:6 സമാനമായ ഒരു വേദഭാഗമുണ്ട്. രൂപേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടവനായ
മോശ തന്റെ മരണത്തിനു മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച സമയത്ത് പറഞ്ഞതാണ്. തനിക്ക് മുമ്പേ മടഞ്ഞ രൂപേനെ ഓർത്ത് മോശ പ്രാർത്ഥിക്കുകയാണ്. രൂപേൻ ജീവിച്ചിരിക്കുമ്പോൾ പാപം ചെയ്ത് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിലും അവൻ ആത്മാവിൽ ജീവിക്കുവാനും അവന്റെ സന്തതി പരമ്പരകൾ വർദ്ധിക്കുവാനും അനുവദിക്കുമാറാകട്ടെ എന്ന് മോശ ദൈവമുമ്പാകെ അപേക്ഷിക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നടത്തിയ പ്രാർത്ഥനകളും അപേക്ഷകളും അവർ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നടത്തുകയില്ലയോ, അതിന് അവരെ അനുവദിക്കുകയില്ലയോ, അവർക്ക് അതിന് സാധിക്കുകയില്ലയോ, ആർക്ക് ആധികാരികമായി പറയുവാൻ സാധിക്കും? തിരിച്ചു വരാം. വേദപുസ്തകത്തിലെ ആദ്യ വചനം തന്നെ യേശുവിന്റെ കഷ്ടതയെയും സാത്താനുമായുള്ള സംഘർഷത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3:15. ഹാബേൽ മുതലുള്ള എല്ലാ യാഗങ്ങളും വഴിപാടുകളും യേശുവിന്റെ കഷ്ടതയുടെ പ്രതീകമാണ്. ആദ്യ ഖണ്ഡികയിൽ പറയുന്നതനുസരിച്ച് ഏലിയാവ് മരിക്കാതെ തന്റെ ഭൗതിക ശരീരത്തോടുകൂടി 1000 വർഷങ്ങൾ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുകയായിരുന്നു. 1700 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച മോശയെ പർദീസയിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. തേജസ്കരണം സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട ചില പ്രധാന ചിന്തകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ കടന്നുപോയ മോശയെയും എടുക്കപ്പെട്ട ഏലിയാവിനെയും പത്രോസ് കണ്ട മാത്രയിൽ മനസ്സിലായി. പേര് ചൊല്ലി പറയുവാൻ സാധിച്ചത് യേശുവിന്റെ സാമീപ്യം മൂലമാണ്. ഇവരെ രണ്ടുപേരെയും പത്രോസിന് യേശു പരിചയപ്പെടുത്തുന്നതായി പറയുന്നില്ല. തേജസ്കരണം വരുവാനിരിക്കുന്ന രാജ്യത്തിന്റെ മുൻ ദർശനമാണ്. രണ്ടാമത്തെ ചിന്ത, കർത്താവിൽ കടന്നുപോയവർ മൗനതയിൽ അല്ല എന്ന സത്യം തെളിയിക്കുന്നു. മരണത്തിനപ്പുറം മൗനത അല്ല എന്നത് മറ്റൊരു തെളിവ് കൂടി ആണ്. ഇവിടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് മോശയുടെയും ഏലിയാവിന്റെയും മറുരൂപ മലയിലെ പ്രത്യക്ഷത കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? മരണത്തിന് ശേഷം നമുക്ക് ഒരു ജീവിതം ഉണ്ട് എന്നും അവിടെ പുനരുദ്ധാനമുണ്ടെന്നും പാപം ചെയ്തവർക്ക് വേണ്ടി ന്യായവിധി ഉണ്ടെന്നും ഒക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മോശയെയും ഏലിയാവിനെയും 1700 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടവരെ മറുരൂപ മലയിൽ വെച്ച് യേശുവിനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ലൈഫ്, ഒരു രൂപാന്തരപ്പെട്ട ലൈഫ് ഉണ്ട് എന്നതാണ്. അതിനു വേണ്ടി നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കത്തുള്ളൂ. അതിനായി നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും നമുക്ക് കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്ക് വേണ്ടി നന്ദി അർപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.